ആലപ്പുഴയിലെ ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഉൾനാടൻ പ്രദേശങ്ങൾ ഒറ്റപ്പെടുമെന്ന ഭീതിയിൽ നാട്ടുകാർ. പരമ്പരാഗത വ്യവസായ റോഡുകളെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കാൻ നിർദ്ദിഷ്ട ഹൈവേയിൽ ഇടങ്ങളില്ലെന്ന പരാതി. ആസൂത്രണമില്ലാതെ നടപ്പിലാക്കിയ പുതിയ ദേശീയപാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യവുമായി ജനകീയ സമരസമിതികൾ. ദേശീയപാത നിർമ്മാണത്തിന്റെ ആരംഭഘട്ടത്തിൽ ജില്ലയിലെ പ്രധാന ജംഗ്ഷനുകളിൽ അടിപ്പാത നിർമ്മാണത്തിനും ഫ്ലൈ ഓവറുകൾക്കും ഇടമുണ്ടായിരുന്നു. സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണം ആരംഭിച്ചതോടെ ഇവയെല്ലാം ഒഴിവാക്കപ്പെട്ടു എന്നാണ് പരാതി. ജില്ലയുടെ നെല്ലറയായ കുട്ടനാട്ടിലേക്കുള്ള പരമ്പരാഗത റോഡുകൾക്ക് ഇതോടെ ദേശീയപാതയുമായി ബന്ധമില്ലാതെയായി. നാട്ടുകാരെ ബന്ദികളാക്കുകയാണ്, സഞ്ചരിക്കാൻ പാടില്ല. നമ്മുടെ ഭരണഘടനയിൽ തന്നെ മൗലികാവകാശങ്ങളിലൊന്നാണ് യാത്രാ സൗകര്യം, ഫ്രീഡം ടു ട്രാവൽ. അതില്ലാതാക്കുകയാണ് ഭരണഘടനാപരമായിട്ടുള്ള മൗലികാവകാശം. ഈ നാട്ടുകാർക്ക് കുട്ടനാട്ടിൽ പോകാൻ ഒക്കത്തില്ല, തീരപ്രദേശത്ത് പോകാൻ ഒക്കത്തില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട്. അത് ശരിയല്ല, റീസണബിളായിട്ടല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രക്ഷോഭണത്തെ വളരെ പോസിറ്റീവായ കേന്ദ്ര ഗവൺമെൻറ് കാണണം. അതായത് ഉപരിതല ഗതാഗത വകുപ്പ് കാണണം, NHA കാണണം, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഈ പരിഹാരം ഉണ്ടാക്കിയാൽ ഇവിടെ മുഴുവൻ സ്തംഭിച്ചു പോകും. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന ചമ്പക്കുളം കഞ്ഞിപ്പാടം SN കവല റോഡ്, പടിഞ്ഞാറ് മത്സ്യബന്ധന മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം എന്നിവിടങ്ങളിലാണ് അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. MC റോഡിനെയും തിരുവല്ല ദേശീയപാതയെയും AC റോഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് ദേശീയപാത 66ലേക്ക് വരുന്ന ഈ പാത കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതുപോലുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു ദുരന്ത നിവാരണ പാതയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ ഏതാണ്ട് 50% കുട്ടനാട്ടിലെ ജനങ്ങളെ ഒഴിപ്പിച്ചു കൊണ്ടുവന്ന് സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചത് ഈ റോഡിലൂടെ ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകരാണെന്ന്. ആ ഒരു റോഡാണ് ഇവിടെ കൊട്ടിയടക്കപ്പെട്ടത്. ജില്ലയിൽ ദേശീയപാത 66ന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും മന്ദഗതിയിലാണ്. ദേശീയപാത ആസൂത്രണത്തിലെ പിഴവുകളിൽ വിവിധ മേഖലകളിൽ ജനകീയ സമരങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും അനുമതിയോടെ ആരംഭിച്ച പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ലെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ന്യൂസ് മലയാളം, ആലപ്പുഴ.